ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ വാങ്ങിച്ചപ്പോൾ 2 ലെഗ് പീസ് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ അതിനെ നല്ല വൃത്തിയായി കഴുകി ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് കൊടുത്ത്, പിന്നെ അതിലേക്ക് മുളക് പൊടി ആവശ്യത്തിന്, എരി അനുസരിച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാ എരിവൊക്കെ ആവശ്യത്തിന് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ആഡ് ചെയ്യാൻ. പിന്നെ മസാലപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട്, കുറച്ച് ഉപ്പൊക്കെ ആവശ്യത്തിനൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് മാറ്റി വയ്ക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടവും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റ് മാറ്റി വയ്ക്കണം. മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും എല്ലാം നല്ല രീതിയിൽ പിടിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പം ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് ഒരു 10-15 ഒരു 20 മിനിറ്റ് മാറ്റി വെച്ചായിരുന്നു. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അകത്ത് പിടിക്കത്തക്ക വിധത്തിൽ നല്ല വൃത്തി തേച്ച് പിടിപ്പിക്കണം മസാലയൊക്കെ, എന്നാലേ ടേസ്റ്റ് കാണത്തുള്ളൂ. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് മാറ്റി വെച്ചായിരുന്നു. അടിപൊളി ടേസ്റ്റാണ് ലാസ്റ്റ് കഴിക്കുമ്പം. എന്നിട്ട് കണ്ട ഏകദേശം നല്ല രീതിയിലായിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചീനിച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, പിന്നെ എന്നിട്ട് ഞാൻ ഈ തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് അതിലേക്ക് വെച്ച് കൊടുത്ത്, 2 പീസ് ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്ത്, വേണ്ട നല്ല മുരിമുരുത്ത വർണ്ണമുണ്ട. അപ്പം പിന്നെ എന്താ, തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം വേവണനുസരിച്ച്. ഏകദേശം ആയി, ഒരു ഭാഗം വെന്ത് മറ്റേ ഭാഗമായി. ഫുൾ പണിയും ഏകദേശം ആയിക്കഴിഞ്ഞു. പിന്നെ വെന്തപ്പോഴത്തേക്ക് ഞാൻ അതിനെ കോരി വേറൊരു പാത്രത്തിൽ, പ്ലേറ്റിൽ മാറ്റി വെച്ച്, കണ്ട വെന്ത് സെപ്പറേറ്റ് വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ച്. പിന്നെ എൻ്റെ ചേട്ടനാണെങ്കിൽ ഇതിൻ്റെ ഈ ഓയിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഒരുപാട് കൊടുക്കില്ലെങ്കിലും കൊതിക്ക് ആവശ്യത്തിന് കൊടുക്കും. അപ്പം ഞാൻ ഈ ചിക്കൻ പീസിൻ്റെ കൂടെ തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണുണ്ട്. കാരണം ചേട്ടന് ഭയങ്കര ഇഷ്ടമായുണ്ട്, അവരുടെ ഇഷ്ടമല്ല നമുക്ക് വലുത്. അങ്ങനെ അത് കൊടുത്ത് കുറച്ച് ഡെക്കറേഷനും കൂടെ ചെയ്ത് അപ്പോൾ തീർന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.